ആ കുട്ടി ഇവിടെ തന്നെ നിൽക്കട്ടെ ആയുഷ്. ഈ ഒരവസ്ഥയിൽ അവളെ എങ്ങോട്ട് കൊണ്ടുപോകാനും ഞാൻ സമ്മതിക്കില്ല. ആയുഷ് അവളെക്കുറിച്ചുള്ള എല്ലാം പറഞ്ഞിരുന്നു. മുത്തശ്ശി തന്നെ തീരുമാനം പറഞ്ഞു. ആർക്കും അതിനോട് വിയോജിപ്പൊന്നും ഉണ്ടായിരുന്നില്ല. അവളുടെ അവസ്ഥയും കടന്നുപോയ പ്രതിസന്ധികളും ഓർക്കെ വല്ലാത്ത സ്നേഹവും സഹതാപവും തോന്നിപ്പോയി അവർക്ക്. നീ പറഞ്ഞ പോലെ അല്ല ആയുഷ്, അവൾ ഒരുപാട് സ്ട്രോങ് ആണ്. ഇല്ലെങ്കിൽ എപ്പോഴേ ആ മനസ്സിന്റെ താളം തെറ്റി പോകുമായിരുന്നു. എല്ലാം കേട്ട് കഴിഞ്ഞതും അജിതിന് തോന്നിയ കാര്യം അവൻ പറഞ്ഞു. അത് ശരിയാണെന്ന് എല്ലാവർക്കും തോന്നി. മനസ്സിന്റെ ശക്തി കൊണ്ട് തന്നെയാണ് അവൾ അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകുന്നത് തന്നെ. എന്തായാലും ഇപ്പോൾ ഒന്നിനെയും കുറിച്ച് അവളോട് ചോദിച്ച് ബുദ്ധിമുട്ടിക്കാൻ നിൽക്കേണ്ട ആയുഷ്. ആ കുട്ടിയൊന്ന് ഓക്കെ ആവട്ടെ, എന്നിട്ട് മതിയല്ല. ഇന്ദ്രചന്ദ് തന്റെ അഭിപ്രായം പറഞ്ഞു. അത് ശരിയാണെന്ന് ആയുഷിനും തോന്നി. ഇപ്പൊ ഒരു ചോദ്യം ചെയ്യൽ അവനും ആഗ്രഹിച്ചിരുന്നില്ല. ആ കുട്ടി കണ്ണു തുറന്നോ? മാധവച്ചനാണ്. പേടിച്ച് കരയായിരുന്നു. ഒരുവിധം വലിയടത്തിയോട് അടുത്തിട്ടുണ്ട്. പാവം, ഞങ്ങൾ അടുത്തേക്ക് ചെല്ലുമ്പോൾ പോലും നിന്ന് വിറക്കുക. സുധാമ ഒരു നിശ്വാസത്തോടെ പറഞ്ഞു. സമയം ആവശ്യമായിട്ട് വരും സുധേ. നമ്മളോടുള്ള ഭയം മാറി വിശ്വാസം എന്നറിയുമ്പോൾ അവൾ താനെ അടുത്തോളും. സൂര്യച്ചനാണ്. ബാക്കിയുള്ളവരത് ശരിവെച്ച്. ഈ സമയം അത്രയും ആര്യനൊരു ചിരിയോടെ നിൽപ്പാണ്. ഉള്ളിൽ അവളുടെ കുഞ്ഞു മുഖം മാത്രം നിറഞ്ഞു നിൽക്കുന്നു. ആദ്യ കാഴ്ചയിൽ തന്നെ ഹൃദയത്തിലായി അവൾ സ്ഥാനം പിടിച്ചിരിക്കുന്നു. കണ്ണിലേക്ക് പ്രകാശം തുളച്ചു കയറിയതും ആദ്യ അരിശത്തോടെ മിഴികൾ ചിമ്മി തുറന്നു. കഴിഞ്ഞ ദിവസം കുടിച്ചേർത്ത ലഹരിയുടെ ആലസ്യം വിട്ടുമാറിയതും കഴിഞ്ഞു പോയതെല്ലാം ഒരു ഞെട്ടിലോടെ ഓർത്തുപോയവൻ. ഓ ഷിറ്റ്! ആ, നീ ഉണർന്നോ? അജുവാണ്. കയ്യിലൊരു കപ്പ് കോഫിയുമായി റൂമിലേക്ക് വന്നുകൊണ്ടാണ് ചോദ്യം. അലസമായി ഒന്ന് നോക്കിയതേയുള്ളൂ ആദി. ആ പെണ്ണ് പോയോ? എന്തോർത്ത പോലെ ആദ്യം ചോദിച്ചു. ഒരു പെണ്ണിനെ കൊണ്ടുവന്നിരുന്നല്ലാതെ അവളുടെ മുഖമൊന്നും അവന്റെ മനസ്സിലേക്ക് വന്നില്ല. അത്രയും കുടിച്ചിരുന്നു എന്ന് സാരം. ഡ്രൈവ് ചെയ്ത് എങ്ങനെയോ അവളെയും താങ്ങി ഇവിടെ എത്തി. ഇല്ലടാ, ആയുഷ് ഇപ്പം അന്വേഷിക്കുന്ന കേസിന്റെ ഏക വിറ്റ്നസ് ആ കുട്ടിയാ. അത് ജീവനോടുണ്ടെന്ന് അറിഞ്ഞാൽ പോലും അതിന്റെ ജീവൻ ആപത്താ. അതുകൊണ്ട് ഇവിടെ തന്നെ നിർത്താന്നാ എല്ലാവരും കൂടി തീരുമാനിച്ച്. വാട്ട്? ഇതിൻ്റെയൊക്കെ ആവശ്യം എന്താ? ഭ്രാന്താണ് എല്ലാത്തിനും. ആദ്യം അമർഷത്തോടെ ചോദിച്ചു. ആഹാ, ഇതോളാം. നീ തന്നെയല്ലേ അവളിവിടെ കൊണ്ടുവന്നേ? അതിന് അതുപോലൊരവസ്ഥയിൽ പിന്നെ എങ്ങോട്ട് കൊണ്ടുപോകും? 2 ഡോക്ടേഴ്സുള്ള വീടല്ലേ ഇത്? എന്ന് വെച്ച് ഒരു പെണ്ണ് ഉണർന്നാൽ പറഞ്ഞു വിടുന്നതിന് പകരം ഓരോ പുലിമാരെടുത്ത് തളി വെക്കാൻ. വല്ലാത്തൊരു ദേഷ്യം അവനിൽ നിറഞ്ഞു. ചുവന്നു കയറി അവന്റെ കണ്ണുകളും വലിഞ്ഞു മുറുകിയ മുഖവും കാണെ അജുവിന് ശരിക്കും പേടി തോന്നി. ആദി പ്ലീസ് ഡാ, വിട്ടേക്ക്. ഒന്നുമില്ലൊരു പെൺകൊച്ചല്ലേ, അത് ഈ വീടിന്റെ ഏതിലൊരു മൂലയിൽ കഴിഞ്ഞോളൂ. അതൊരു പാവ അയ്യൊരു കുട്ടി. എളിയോടെ പറയുന്നവനൊന്ന് കൂർപ്പിച്ച് നോക്കി ആദി. നീ എന്താ ഇങ്ങനെ നോക്കുന്നേ? ഇല്ലാത്ത നാണ് അഭിനയിച്ച് ചോദിക്കുന്നവനെ കാണെ ആദിയുടെ നോട്ടം വീണ്ടും കടുത്തു. ആ നോട്ടത്തിന് മുമ്പിലൊന്ന് പരിങ്ങിപ്പോയെങ്കിലും അത് പുറത്ത് കാണിക്കാതെ അജു ആദിയെ നോക്കി. അതുണ്ടല്ലോ, എന്തോ ഒരു സ്പാർക്ക് അടിച്ചു, അത്രേ ഉള്ളൂ പറഞ്ഞുകൊണ്ട് ആദിയുടെ അരികിലായി സ്ഥാനം പിടിച്ചവൻ. താൻ ഇത്രയൊക്കെ പറഞ്ഞിട്ടും ഇതൊന്നും തന്നെ ബാധിക്കില്ലെന്ന മട്ടിലിരിക്കുന്നവൻ അജു ഒന്ന് കൂർപ്പിച്ച് നോക്കി. തിരിച്ച് അതിലും വലിയൊരു നോട്ടം കിട്ടിയതും ആൾ ഡീസന്റായി. നീ ഇന്ന് ഓഫീസിൽ വരുന്നില്ലേ? ആദിയുടെ ചോദ്യം വന്നു. അജു വേഗം ഉണ്ടെന്ന് തലയാട്ടി കാണിച്ചുകൊണ്ട് പുറത്തേക്ക് പോയി. കുറച്ചേരം എന്തോ ഓർത്തിന്ന് ആദ്യം വാഷ്റൂമിലേക്ക് കയറി. രാവ് പുലരുവോളം കരച്ചിൽ തന്നെയായിരുന്നു മീര. സീതാമാരിയിലുണ്ടെങ്കിലും കണ്ണടക്കാൻ പോലും വല്ലാത്ത ഭയമായിരുന്നു അവൾക്ക്. അച്ഛന്റെ മരണം മുന്നിൽ വീണ്ടും വീണ്ടും തെളിയുന്ന പോലെ. മോളെ, സീതാമാവെന്ന് വിളിച്ചതും കരഞ്ഞു കലങ്ങിയ മുഖമൊന്ന് ഉയർത്തി നോക്കിയവൾ. അയ്യേ, എപ്പോഴും ഇങ്ങനെ കരഞ്ഞിരുന്നാൽ എങ്ങനെയാ മോളെ? അത്രമേൽ സ്നേഹത്തോടെയുള്ള ചോദ്യം. അവരുടെ ഒന്നും ആരുമല്ലാതിരുന്നിട്ട് പോലും തന്നോട് കാണിക്കുന്ന കരുതൽ. ഒരു നിമിഷം അമ്മയ്ക്ക് മുന്നിൽ കൈകൂപ്പി പിടിച്ച് നിന്നവൾ. എനിക്ക് എങ്ങനെ നന്ദി പറയണം? എന്തിനാ മോളെ, നിന്നെ എൻ്റെ സ്വന്തം മോളെ പോലെയാ അമ്മ കണ്ടിട്ടുള്ളൂ. അമ്മയുടെ മോള് കരയല്ലേ? ഇങ്ങനെ കരഞ്ഞൂട്ടിയാലേ ഇനിയും വീണു പോകും നീ. മീരയെ ചേർത്ത് പിടിച്ച് ഇരുമിഴികളും തുടച്ചുകൊണ്ട് സീതാമ്മ പറഞ്ഞു. ചെല്ലേ, മോളൊന്ന് കുളിച്ച് ഫ്രഷ് ആയിട്ട് വാ. മാറിയിടാനുള്ള കബോർഡിലുണ്ട്. കരഞ്ഞ് ചുവന്ന് തുടങ്ങിയ മുഖം കയ്യിലെടുത്ത് ആ നെറുകയിൽ ചുണ്ടുകൾ അമർത്തി അമ്മ പറഞ്ഞതും ഇനിയും ആരെയും ബുദ്ധിമുട്ടിക്കരുതെന്ന് കരുതി വേഗം തന്നെ അനുസരണയോടെ സീതാമ്മ പറഞ്ഞ് കേട്ടവൾ ബാൽക്കണിയിൽ നിന്നും താഴെ ഗാർഡനിലേക്ക് നോക്കി നിൽപ്പാണ് ആദി. വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞതിന്റെ ഫലമായി ശരീരത്തിൽ തങ്ങി നിൽക്കുന്ന വിയർപ്പ് തുള്ളികൾ. ആളൊരു ഫിറ്റ്നസ് ഫ്രീക്കാണ്. പുറത്തായി ഒരു അലങ്കാരം എന്ന പോലെ പടർന്നു കിടക്കുന്ന ഡ്രാഗൺ ടാറ്റു. കയ്യിലെ ഗ്രീൻ ടീ സ്വിപ്പ് ചെയ്തുകൊണ്ട് വെറുതെ അങ്ങനെ നിന്നവൻ. കുറച്ചു മുമ്പ് അജു പറഞ്ഞിട്ട് പോയ വാക്കുകൾ തീർത്ത അസ്വസ്ഥതയായിരുന്നു അവനിൽ. അതുണ്ടല്ലോ, എന്തോ സ്പാർക്ക് അടിച്ച്. വാർത്തം വീണ്ടും ഒരിക്കൽ കൂടി ആ വാക്കുകൾ കാതിൽ മുഴങ്ങുന്ന പോലെ തോന്നിയതും അത്രയും ദേഷ്യത്തോടെ കയ്യിലെ കപ്പ് നിലത്തേക്ക് എറിഞ്ഞ് പൊട്ടിച്ചവൻ. എന്തിനാണ് ഇത്രയും ദേഷ്യം എന്ന് പോലും അറിയാത്ത അവസ്ഥ. ഒപ്പം ഇന്നലെ ബോധമില്ലാത്ത അവസ്ഥയിലും നാസികയിലേക്ക് തുളച്ചു കയറിയ ചന്ദനത്തിന്റെ സുഗന്ധം. താഴെ ബീൻ ബാഗിന് മുകളിലായി അഴിച്ചിട്ടിരിക്കുന്ന ഷർട്ടിന് പോലും ആ ഗന്ധമാണ്. അത്രമേൽ വീണ്ടും വീണ്ടും ആകർഷിക്കുന്ന സുഗന്ധം.
മുഷ്ടി ചുരുട്ടി പിടിച്ച് സ്വയം നിയന്ത്രിച്ച് നിന്നവൻ. ഉള്ളിൽ നിറയുന്ന ചിന്തകളെ പുതു താല്പര്യങ്ങൾ അകറ്റി നിർത്താനായുള്ള ശ്രമം, വീണ്ടും വീണ്ടും തോറ്റുപോകുന്നെന്ന് അറിഞ്ഞുകൊണ്ടുള്ള ശ്രമം. കുളി കഴിഞ്ഞ് കയ്യിൽ കിട്ടിയൊരു ചുരിദാർ എടുത്തിട്ടവൾ മുത്തശ്ശിയെക്കുറിച്ച് ഓർമ്മ വന്നു. അവിടേക്ക് പോകണമെന്നായിരുന്നു പെണ്ണിന്. അപ്പയുടെ കർമ്മങ്ങൾ ചെയ്യാനുണ്ട്. ഒപ്പം ആരും കൂട്ടില്ലാതെ തന്നെയും കാണാതെ മുത്തശ്ശിയും ഭയക്കുന്നുണ്ടാവുമെന്ന ചിന്ത. നിൽക്കുന്ന വീടേതായെന്നോ താനിപ്പോൾ എവിടെയാണെന്നോ എന്നോ അവൾക്കറിയില്ല. ആകെ പരിചയ അമ്മയെ മാത്രമാണ്. ഇന്നലെ ബോധം പോയ തന്നെ രക്ഷിച്ചു കൊണ്ടുവന്ന ആളുടെ വീടാണതെന്ന് മാത്രം അവൾക്ക് മനസ്സിലായി. മറ്റൊന്നും ഓർമ്മയില്ല. ചോദിക്കാനുള്ള അവസ്ഥയിലും ആയിരുന്നില്ലല്ലോ. കുളി കഴിഞ്ഞ മോളെ? ജനലോരം ചേർന്ന് നിന്നവൾ പരിചയമില്ലാത്ത ശബ്ദം കേട്ടതും ഒരു ഞെട്ടലോടെ തിരിഞ്ഞു. തന്നെ കണ്ടപ്പോൾ അവിടെ കണ്ണിൽ നിറഞ്ഞ ഭയം അമ്മയ്ക്കും മനസ്സിലായിരുന്നു. പക്ഷെ ഇങ്ങനെ എല്ലാത്തിനെയും എല്ലാവരെയും ഭയക്കാൻ തുടങ്ങിയാൽ അതിനെ നേരം കാണുമെന്നവർ ഓർത്തു. അതുകൊണ്ട് തന്നെ ഒരു ചിരിയോടെ അവൾക്ക് അരികിലേക്ക് ചെന്നവർ, മോള് പേടിക്കേണ്ട, നിന്റെ സീതാമ്മയെ പോലെ തന്നെയാ ഞാനും. സീതാമ്മന്റെ എടുത്തിയാണ്. ചിരിയോടെ തന്നെ അവർ സ്വയം പരിചയപ്പെടുത്തുമ്പോൾ മീരയും പതിയെ പുഞ്ചിരിച്ചു. ചിരിക്കുമ്പോൾ തെളിയുന്ന കവിളിലെ കുഞ്ഞു ഗർത്തത്തിലാണ് സുധാമയുടെ മിഴികൾ ചെന്ന് നിന്നത്. വല്ലാത്തൊരു സൗന്ദര്യമാണ് അവൾക്കെന്ന് തോന്നി. ഇന്നോളം ആരിലും കണ്ടിട്ടില്ലാത്ത ഐശ്വര്യവും പേരിന് പോലും അലങ്കാരങ്ങൾ ഏതുമില്ലാത്ത അവളുടെ കുഞ്ഞുമുഖം ആരിലും വാത്സല്യം നിറക്കും. എനിക്ക് പോണം, പതിയെ അത്രയും പറഞ്ഞവൾ. സുധാമ അത് കേട്ടോ എന്ന് പോലും സംശയമാണ്. ആഹാ, നീയായിട്ട് കൂട്ടായ എൻ്റെ മോള്. സീതാമ കൂടി അങ്ങോട്ട് വന്ന് ചോദിച്ചു. ഇരുവരുടെയും ശ്രദ്ധ അവിടേക്കായി. ഇല്ല, പരിചയപ്പെട്ടുള്ളൂ വലിയടുത്തി. അവളുടെ കയ്യിൽ മുറുകെ പിടിച്ചുകൊണ്ടാണ് സുധാമ മറുപടി നൽകിയത്. ഞാൻ മോളെ കഴിക്കാൻ വിളിക്കാൻ വന്നാ. ആണോ? എന്നാ വാ. ഞാനില്ലമ്മേ, എനിക്ക് പോണം, എന്നെ മുത്തശ്ശി. അവളുടെ മറുപടി കേട്ടതും ഇരുവരും ആകെ വല്ലാതെയായി. കുറഞ്ഞ സമയം കൊണ്ട് തന്നെ അത്രയും ഇഷ്ടം തോന്നിയിരുന്നു അവളോട്. തന്നെയുമല്ല, ആയുഷ് പറഞ്ഞു വെച്ച് നോക്കുമ്പോൾ അവളുടെ ജീവൻ ആപത്തിലാണ്. മോളെ, ഇപ്പൊ പോവാൻ പറ്റില്ല. മോളുടെ അപ്പയുടെ കേസ് അന്വേഷിക്കുന്ന ഓഫീസറുടെ വീട് കൂടിയായത്. മോളിപ്പോ പുറത്തു പോകുന്ന പോലെ ആപത്താ. സീതാമ തന്നെയാണ് അവൾക്ക് പറഞ്ഞു മനസ്സിലാക്കി കൊടുത്ത്. ആരെയും എതിർത്ത് പറഞ്ഞ് ശീലമില്ലാത്തതുകൊണ്ട് മറുത്തൊന്നും പറഞ്ഞില്ല അവൾ. എനിക്ക് മുത്തശ്ശിയൊന്ന് വിളിക്കാം. ആയുഷിനോട് പറയാം, നമുക്ക് അവന്റെ ഫോണിൽ നിന്ന് തന്നെ വിളിക്കാം. സുധാമ അവളെ സമാധാനിപ്പിച്ചുകൊണ്ട് തന്നെ മറുപടി പറഞ്ഞു. അവൾക്കും വല്ലാത്തൊരു ആശ്വാസം തോന്നി. എത്തിപ്പെട്ടത് സുരക്ഷിതമായ സ്ഥലത്ത് തന്നെയാണെന്ന് കുറഞ്ഞ നേരം കൊണ്ട് വിശ്വാസമായി തുടങ്ങിയിരുന്നു. ഒപ്പം അത്രയും സ്നേഹത്തോടെ ചേർത്ത് പിടിക്കുന്ന അമ്മമാരും. ഇനി കഴിക്കാലോ? സീതാമ ഒരു ചിരിയോടെ ചോദിച്ചതും മുഖം കുനിച്ച് നിന്നവൾ. ഞാനിവിടെ ഇരുന്നോളാം. അതെന്തിനാ മോളെ? അവിടെ എല്ലാവരും മോളെ കാത്തിരിക്കുക. അമ്മേ, അപ്പം മരിച്ചിട്ട്. ബാക്കി പറയാനാവാതെ നിന്ന് വിതുമ്പിയവൾ. അവളുടെ അവസ്ഥ മനസ്സിലായതുപോലെ അമ്മമാരും പിന്നെ നിർബന്ധിച്ചില്ല. ശരി, എന്നാ നീ അങ്ങോട്ട് ചെല്ലു സുധേ, ഞാൻ മോൾക്കൊപ്പം ഇരുന്നോളാം. സീതാമ പറഞ്ഞതും സുധാമ അവർക്കുള്ള ആഹാരം കൊണ്ടുവരാമെന്ന് പറഞ്ഞ് പുറത്തേക്ക് പോയി.